ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത് ഗ്ലിറ്റർ പേപ്പറാണ്. ഗ്രീൻ കളർ ഗ്ലിറ്റർ പേപ്പറാണ് ഞാൻ ഫസ്റ്റ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് അളവെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മുടെ കുപ്പിയുടെ ആ ഒരു അടപ്പിൻ്റെ സൈഡിൽ വെച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ വീതിക്കനുസരിച്ച് വേറൊരു പീസും കൂടി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഈ ഒരു കുപ്പിയുടെ അടപ്പിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ബാക്കി ആ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് സൈഡിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഇതുപോലെ കുഞ്ഞു ബോട്ടിലെടുക്കാം. ഈ കുഞ്ഞു ബോട്ടിലിൻ്റെ ഇത്രയും ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീളത്തിൽ വീതി കുറച്ചിട്ട് 2 ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് നമ്മൾ എടുത്തേക്കുന്നത്, റെഡ് കളറ്. അപ്പോൾ അതാ നമ്മൾ ഫെവി ബോണ്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഞാൻ അതാ എക്സ്ട്രാ വരണതൊന്ന് നമ്മൾ കട്ട് ചെയ്തും കളഞ്ഞു. അതിന് ശേഷം അടുത്തത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ 5 എണ്ണമാണ് മൊത്തത്തിൽ നമ്മൾ ഈ ബോട്ടിലിലോട്ട് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ കുറച്ച് ഭാഗം ആ ഒരു മൂടിയുടെ ഭാഗം ഒന്ന് നീണ്ടു നിൽക്കുന്നുണ്ട്. അതൊന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടോ, കാരണം അവിടെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഒട്ടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട്. അപ്പോൾ ഒരു പീസ് ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഇതിൻ്റെ ഒരളവിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ബേസ് ഉണ്ടാക്കി വെച്ചില്ലേ അതിലേക്ക് നമ്മുടെ ഫെവി ബോണ്ട് വെച്ചിട്ട് നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റിലേക്ക് നമ്മളതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്, ആ ഒരു ബോട്ടിലിൻ്റെ ഭാഗം. അപ്പോൾ ഇത് ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാനുള്ള സംഭവം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു നമ്മുടെ കളർ പേപ്പറാണ് എടുത്തേക്കണേ. എന്നിട്ട് ഇതുപോലെ ഒന്ന് 2ആയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ബഡ്സിൻ്റെ ഒരു പീസാണ് ഒടിച്ചെടുത്തേക്കുന്നത്. ബഡ്സിൻ്റെ ആ പീസിലേക്ക് ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഒന്ന് മടക്കി കൊടുത്തിട്ട്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് ഒന്ന് മടക്കി എടുക്കുകയാണ്. അങ്ങനെ ഒരു കുഞ്ഞു പൂവാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തെടുക്കണേ. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. അങ്ങനെ ഒരു കുഞ്ഞു റോസാപ്പൂവാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവർ ടേപ്പ് ചുറ്റിയിട്ട് ഒന്ന് സെക്യൂർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ 2 പൂക്കളും ചെയ്തെടുത്തത്. ഇതെന്ന് പറയുന്നത് ഒയാസിസ് എന്ന് പറയുന്ന സംഭവമാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഫ്ലവറൊക്കെ കുത്തി വയ്ക്കുന്ന, നമ്മൾ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ ഫ്ലവറൊക്കെ കുത്തി വയ്ക്കുന്നൊരു സാധനമാണ്. അപ്പോൾ അതൊന്ന് ഇതിൻ്റെ ഉള്ളിലായിട്ടൊന്ന് ഇറക്കി വെക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ റോസാപ്പൂവ് അതിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ സോഫ്റ്റാണ്, പെട്ടെന്ന് പൊടിഞ്ഞൊക്കെ പോകുന്നൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇല ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ അത് ചെയ്യേണ്ടെന്ന് ഓർത്തു കേട്ടോ. പിന്നെ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് ലീഫൊക്കെ വേണമെങ്കിൽ ലീഫൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയുക.